ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോയിൽ നാം നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുന്നതിന് എന്ത് പഠിക്കണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ജോലി എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ജോലിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജോലി അഥവാ കടമ എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട 5 ക്വാളിറ്റികളെക്കുറിച്ച് നോക്കി തുടങ്ങാം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നത് കമ്പ്യൂട്ടർ ഭാഷയിലുള്ള അഗാധമായ പരിജ്ഞാനമാണ്. എത്ര കോഡിംഗ് ലാംഗ്വേജുകൾ നിങ്ങൾക്കറിയുന്നോ അത്രയും നല്ലതാണ്. കോഡിംഗ് ലാംഗ്വേജുകൾക്ക് ഉദാഹരണം C++, ജാവ, പൈതൺ തുടങ്ങിയവയാണ്. 2, കമ്പ്യൂട്ടറിലെ മറ്റ് കാര്യങ്ങളിലുള്ള അഗാധമായ അറിവ്. അതും നിങ്ങളെ ഈ ജോലിയിലും ഈ പ്രൊഫഷനുമായി കൂടുതൽ അടുപ്പിക്കുന്നതാണ്. 3, പ്രോഗ്രാമിങ്ങിനോടുള്ള താല്പര്യങ്ങൾ. പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള നിങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഒരു നല്ല പ്രൊഫഷനായി തന്നെ ഇരിക്കും. 4, ടീം വർക്ക് ചെയ്യുവാനുള്ള കഴിവും അതേപോലെ സമയനിഷ്ഠമായി ആ വർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു മനോഭാവവും നിങ്ങൾക്കുണ്ടായിരിക്കണം. 5, സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരു കോഡറായോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ആയിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾക്കൊരിക്കലും നമ്മുടെ ജോലിയിൽ മുന്നേറാൻ കഴിയില്ല. അതിന് സ്വന്തമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തമായ ആശയങ്ങളെ വളർത്തേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്ക് സിലബസിന് പുറത്ത് ഉള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായി വരുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് എന്നും നമുക്കൊന്ന് നോക്കാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കോഡർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ എല്ലാം ആയിരിക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തത്വങ്ങളെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സോഫ്റ്റ്വെയർ നിർമ്മാണം, അതിൻ്റെ ഡിസൈനിങ്, മെയിൻ്റനൻസ്, ടെസ്റ്റിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നിർവഹിക്കുന്നു. കൂടാതെ സോഫ്റ്റ്വെയറിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതും ഇദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കോഡിംഗ് മാത്രമല്ല ഉൾപ്പെടുന്നത്. യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇൻ്റർഫേസ്, ഡിസൈൻ, ടെസ്റ്റിംഗ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് പഠിക്കേണ്ടതായും വരുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിലും കുറേ പാർട്ടുകൾ വരുന്നുണ്ട്. അവയെക്കുറിച്ച് നോക്കാം. എക്സാമ്പിളായി നോക്കുകയാണെങ്കിൽ മൊബൈൽ ആപ്സ്. ഇവിടെ മൊബൈൽ ആപ്പ് നിർമ്മിക്കുന്നു. ഇതിൽ തന്നെ iOS, ആൻഡ്രോയിഡ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ്, ഇതിൽ തന്നെ അനവധി വിഭാഗങ്ങളുണ്ട്. അതിനുദാഹരണമായി നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് നിർമ്മാണം, വെബ് ആപ്പുകളുടെ നിർമ്മാണം, വെബ്സൈറ്റ് ഡിസൈനിങ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഇവിടെ ഗെയിംസ് ഉണ്ടാക്കുന്നവർ, എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നവർ തുടങ്ങിയവരെല്ലാം ഉൾപ്പെടുന്നു. അടുത്ത വിഭാഗം ഡേറ്റ സയൻറ്റിസ്റ്റ് ആണ്. ഇനി നാം നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുന്നതിന് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ എല്ലാ മാർഗങ്ങളും ആദ്യം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. SLCക്ക് ശേഷം ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ നിങ്ങൾ എടുത്തു എന്ന് സങ്കല്പിക്കുക. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങൾ എടുത്തവർക്ക് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സും അതിൻ്റെ PG കോഴ്സായ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സും ചെയ്ത ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നിങ്ങൾ +2 സയൻസ് ആണ് എടുത്തതെന്ന് സങ്കല്പിക്കുക. +2 നിങ്ങൾ സയൻസ് ആണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് BTechന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിലും പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ BTech പഠിക്കാവുന്നതാണ്. BTech എടുക്കാൻ കഴിയാത്തവർക്ക് BCA അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട BVOC കോഴ്സുകളും ലഭ്യമാണ്, അതെടുക്കാവുന്നതാണ്. BSc കമ്പ്യൂട്ടർ സയൻസും എടുക്കാവുന്നതാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മറ്റ് BSc കോഴ്സുകളും BE അഥവാ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ PG കോഴ്സുകളും ചെയ്യാവുന്നതാണ്. ഒരു കാര്യം എടുത്തു പറയാം, PG കോഴ്സുകൾ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഇതെല്ലാം എടുത്ത ശേഷം നിങ്ങൾ ഇതെല്ലാം പൂർത്തീകരിച്ച് ഡിഗ്രി എല്ലാം നേടിയ ശേഷം അതിൻ്റെ PG കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക്
നിങ്ങളുടേതായ കഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ജോലി ലഭിക്കുക. അല്ലാതെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന ഉടനെ ജോലി ലഭിക്കുമെന്ന് ആശിക്കേണ്ട. അത് നിങ്ങളുടേതായ കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഇനി നാം നോക്കുന്നത് ഏറ്റവും നല്ല മാർഗം ഏതാണെന്നാണ്. ഏറ്റവും നല്ല മാർഗം ഏതാണെന്ന് നാം നോക്കുകയാണെങ്കിൽ, പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഏതെടുക്കുന്നു എന്നതല്ല, ആദ്യം നിങ്ങൾ പ്ലസ് ടുവിന് എന്തെടുക്കുന്നു എന്ന് തീരുമാനിക്കണം. പ്ലസ് ടുവിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയോട് താല്പര്യമുള്ളവർ പ്ലസ് ടുവിൽ എന്തെടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ, പ്ലസ് ടുവിൽ സയൻസ് വിഭാഗം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സയൻസ് എടുത്ത ശേഷം നിങ്ങൾ അടുത്തതായി എടുക്കുന്നത് ബി.ടെക് ആണെങ്കിൽ അതും നല്ലതായിരിക്കും. ബി.ടെക്കിന് ശേഷം എം.ടെക് തുടങ്ങിയ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ കോളേജുകളിൽ നിന്ന് തന്നെ നല്ല കമ്പനികളിലേക്ക് ജോലികൾ ലഭിക്കുന്നതാണ്. ഇതാണ് ഏറ്റവും നല്ല മാർഗം. മറ്റ് മാർഗങ്ങൾ നല്ലതല്ല എന്നല്ല പറയുന്നത്. പിന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കോഴ്സുകളും, അഥവാ ഈ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കോഴ്സുകൾ എടുക്കാൻ പറ്റുകയില്ല എന്നല്ല പറഞ്ഞത്. എന്നാൽ കൂടിയും ഓൺലൈൻ കോഴ്സുകളുടെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകൾ ചെയ്താലേ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു ഇത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ആ ജോലിയിലൊരു സുരക്ഷിതത്വം ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു ജോലി ലഭിക്കാനുള്ള ചാൻസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ. ഓൺലൈൻ കോഴ്സുകളെക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ കോഴ്സുകൾ കൊള്ളുകയില്ല എന്നല്ല പറഞ്ഞത്. എങ്കിൽ കൂടിയും ഓൺലൈൻ കോഴ്സുകളെക്കാളും നല്ലത് ഏതെങ്കിലും ഒരു മേഖലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി ഭവിക്കുക.